ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നല്ല നാടൻ ബീഫ് കറി കറിച്ചട്ടിയിൽ വെക്കുന്നതാണ്. എങ്ങനെയെന്ന് നോക്കാം. ചട്ടി ചൂടായതും വെളിച്ചെണ്ണ ഒഴിക്കുക, ഉലുവ പൊട്ടിക്കുക. ഉലുവ മൂത്ത് വരുമ്പോഴത്തേക്ക് 2 വത്തലെടുത്ത് ഒടിച്ച് അതിലോട്ട് ചേർത്ത് മൂപ്പിക്കുക. മൂത്ത് വരുമ്പോഴത്തേക്ക് ആവശ്യമുള്ള തേങ്ങാക്കൊത്ത് ചേർക്കുക. തേങ്ങാക്കൊത്ത് ഓപ്ഷനിലാണ്. തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോഴത്തേക്ക് 2 തണ്ട് കറിവേപ്പില ചേർക്കുക. കറിവേപ്പില നല്ല മൂക്കുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള സബോള ചേർത്ത് വഴറ്റുക. പെട്ടെന്ന് വഴലാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് നല്ല വഴറ്റുക. ആവശ്യത്തിനുള്ള മസാലകൾ എടുക്കുക. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാലപ്പൊടി ചേർക്കുക. ഫ്രഷ് മസാലയും കൂടെ ചേർക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടെ ചേർത്ത് പെരിഞ്ചീരകം എല്ലാം ചേർത്ത് നല്ല അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക. സബോള വഴലുമ്പോഴത്തേക്ക് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചതച്ച് ചേർക്കുക. ചതച്ച് നല്ല വഴണ്ട് വരുമ്പോഴത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കുക. മസാലയുടെ പച്ചപ്പ് പോകുന്നോളം വരെ നല്ല വഴറ്റണം. വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് തക്കാളിപ്പഴം ചേർക്കുക. തക്കാളിപ്പഴം ചേർത്ത് വഴണ്ട് പച്ച മസാലയുടെ മണം പോകുമ്പോഴത്തേക്കും അരിഞ്ഞ് കഴുകി വെച്ചേക്കുന്ന ബീഫ് ചേർത്ത് നല്ല